നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോയതിൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. ബിഗ് ബോസിനെ കുറിച്ച് കൂടുതലാണെങ്കിലും എനിക്കറിയാവുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ പോയതാണ്. ശരിക്കും കാന്താര സിനിമ ഞാൻ കണ്ടതാണ്. പക്ഷേ എന്നാലും തിയേറ്ററിൽ ഒന്നുകൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു സിനിമയെക്കുറിച്ചൊരു ആഗ്രഹം തോന്നി. രണ്ടാമത് ഒന്നുകൂടെ പോയി തിയേറ്ററിൽ കാണണമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ തിരുവല്ല ആശീർവാദിൽ പോയതാണ്. ഞാനും എൻ്റെ കൂട്ടുകാരുടെ മകളും കൂടി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആൾ കുറവായതിനെ തുടർന്ന് ഷോ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 10 മണി സമയത്തായിരുന്നു കാന്താര. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ എന്തായാലും വേറൊരു സിനിമ എങ്കിൽ കണ്ടേക്കാം. അപ്പം ആ സമയത്ത് 10:30 ഡേസ് എറ എന്ന് പറയുന്ന സിനിമ ഉണ്ട്. അതിന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോയതല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. സമയം 10:30 സമയമായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇതുപോലെ ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയേറ്റർ ഒന്നും ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 3 സ്ത്രീകളെ കൂടാതെ 2-3 സ്ത്രീകളല്ലാതെ ബാക്കി ഒന്നും അതിനകത്ത് സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ തന്നെ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സിനിമ കണ്ടു. കണ്ടതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും വലിയ വലിയ അഭിപ്രായങ്ങളാണ്. എനിക്കും അഭിപ്രായത്തിന് വ്യത്യാസമൊന്നുമില്ല. പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ മോൻ എന്ന രീതിയിലെത്തിയോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇങ്ങനത്തെ ഒരു സിനിമ അഭിനയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്കത് കമ്പയർ ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ സിനിമ വളരെ സൈലന്റ് ആയിട്ട് ഇട്ടുന്ന കണ്ടെങ്കിൽ മാത്രമേ സത്യം പറഞ്ഞാൽ അതുകൊണ്ടുള്ള നല്ല എഫക്റ്റുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണണം. സത്യം പറഞ്ഞാൽ ഞാനും കൂട്ടുകാരും മോളും ആയതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പം സീരിയൽ കാണുന്ന അമ്മായിമ്മ പോയിരുന്ന് കാണമ്മ എന്നൊക്കെ പറയുന്ന കമന്റ്സ് ഒക്കെ വരുമായിരിക്കാം. പക്ഷെ എന്നാലും സത്യം പറഞ്ഞാൽ അത് പ്രേത സിനിമ ആയിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾ തിയേറ്ററിൽ കയറിയ ശേഷമാണ് പ്രേത സിനിമയാണെന്ന് അറിയുന്നത്, അതുകൂടെ പറയാമല്ലോ, ഞാൻ സത്യത്തിൽ ആ സിനിമ കാണാൻ കയറില്ലായിരുന്നു. കാരണം എനിക്കെപ്പോഴും ഞാൻ കുറച്ച് കോമഡിയും ഹോംലി ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ ഹൊറർ മൂവീസ് ഒന്നും കാണാൻ തിയേറ്ററിൽ പോവാറില്ല. പക്ഷെ കയറിപ്പോയതിന് സ്ഥിതി കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ടു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഈ ടൈപ്പ് സിനിമ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല. ഈ പറഞ്ഞ പോലെ പേടിച്ചോ എന്ന് ചോദിച്ചാൽ കുറച്ച് സൈലൻസിൽ ഒരു വലിയ ശബ്ദം കേട്ടാലും നമ്മൾ പേടിക്കും അല്ലേ. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കത് വലിയ ഹൈ മൂവി ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു ആവറേജ് പടം അത്രേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ ഈ സസ്പെൻസ് ഞാൻ കളയുന്നില്ല. കുറച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകൾ പോകണ്ടാന്ന്. സത്യം പറഞ്ഞാൽ അത് കണ്ട് എനിക്ക് പനി പിടിച്ചു എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് പനിയായി. ഇപ്പം പനിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള കാണേണ്ട സിനിമയാണ്. ഈ ചിരിയും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് കണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം രാത്രിയിലൊക്കെ പോയി കാണുന്നവർ രാത്രി 10 മണിയുടെ ഷോ ഒക്കെ പോയി കാണുന്നതായിരിക്കും നല്ലത്. എഫക്റ്റ് വേണ്ടവർ, അല്ലാത്തവർക്ക് എപ്പം വേണേലും കാണാം.